ഹായ്, എല്ലാവർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് പഴയൊരു ഓർമ്മകളിലേക്കാണ്. പണ്ടത്തെ അമ്മച്ചിമാർ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ആ ചാളക്കറിയുടെ മണം, ആഹാ! അതുപോലെ തന്നെ വായയിലെ ആ രുചി ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല ഇപ്പോഴും. ഇന്ന് ഈ വീട്ടിൽ ചാളക്കറി ഉണ്ടാക്കിയപ്പോഴാണ് നമ്മുടെ പഴയ അമ്മൂമ്മമാരുണ്ടാക്കി തന്ന ആ ചാളക്കറിയെ ഓർത്തത്. ആ ചട്ടി തുറക്കുമ്പോൾ തന്നെ ആ മണം അറിയാതെയെങ്കിലും നമ്മൾ ഓർത്ത് പോകും. 10 രൂപയ്ക്ക് അത് വെറും കറിയുടെ മണമല്ല, ചാള കിട്ടുമായിരുന്നു. സ്നേഹത്തിൻ്റെയും 100 110 കൊടുത്താലും ഗുണമായിരുന്നു അന്ന്. 15 കിട്ടിയാലായി. ചാളക്കറി ഉണ്ടാക്കുമ്പോൾ ആ രുചി കിട്ടിയില്ലെങ്കിലും പോലെയുള്ള കറിയാണ് പഴയ ഓർമ്മയിലേക്ക് ആ ചാള ഊറിലേക്ക് ഒഴിക്കുമ്പോൾ ഓർത്തു പോകാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. ആ സ്മെല്ല്, ഇതൊക്കെ അമ്മമാരുടെ ഗുണങ്ങൾ തന്നെയായിരുന്നു. ഇന്ന് നമ്മളുണ്ടാക്കിയാൽ ആ രുചിയും ഗുണവും ഒന്നും കിട്ടുന്നില്ല. പണ്ട് അമ്മച്ചിമാർ പറയുന്ന, ഇപ്പോൾ അമ്മൂമ്മമാരായിരിക്കുന്ന അമ്മച്ചിമാർ പറയുന്ന, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഗർഭിണികളും കുട്ടികളും ഇതൊക്കെ ഒന്ന് കഴിക്കാൻ പറയും. ഇന്ന് ചാള ഇഷ്ടപ്പെടുന്ന വല്ലവരും ഉണ്ടോ? എല്ലാവർക്കും വലിയ വലിയ മീനുകളാണ് ഇഷ്ടം. പക്ഷേ കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇത് കൊടുക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് ഓർമ്മശക്തി, കാൽസ്യം, ഒമേഗ 3 ഇതെല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഗർഭിണികൾ പ്രത്യേകിച്ച് കാൽസ്യം കൂടാൻ നല്ലതാണ്. പക്ഷേ ചാള പൊട്ട മണം അടിക്കുമെന്നുകൊണ്ട് പരമാവധി ആൾക്കാരത് മേടിക്കാൻ മടിയാണ്. പക്ഷേ ചാളേനെ ഇന്നും ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ചാളക്കറി വെക്കാൻ അറിയാത്തവരാരും തന്നെ ഇല്ല. പിന്നെ അതിൻ്റെ കൂട്ടുകൾ പറഞ്ഞു തരേണ്ട ആവശ്യവും നമുക്കില്ല. നമ്മുടെ വീട്ടിൽ പഴയ ഓർമ്മകൾ മാത്രം മതി ആ ചാളക്കറി ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിച്ചാൽ തന്നെ ഒരു 2 കിണ്ണം ചോറ് നമ്മൾ അറിയാതെ കഴിച്ചു പോകും. ചാളക്കറി വാളം പുളിയും വെച്ചും കൊടപ്പുളി ഇട്ടും നമ്മുടെ ഇരുമ്പാമ്പുളി ഇട്ടും അല്ലെങ്കിൽ മാങ്ങ വെച്ച് ഏത് തരത്തിലും ആ ചാളക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സ്വാദ് ഭയങ്കര ഡിഫറൻ്റായിരിക്കും. എന്തെന്നറിയില്ല നമുക്ക് ആ ചാളയോടുള്ള ഇത്ര ഇഷ്ടം. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ തന്നെയാണോ ഉണ്ടാക്കാറ്? അതോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുതേ. എൻ്റെ വീടിൻ്റെ അടുത്തൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശി പറയുമായിരുന്നു, പണ്ട് മുറ്റത്തെ മാവിൻ്റെ ചോട്ടിൽ എലഞ്ഞിപ്പൂക്കളുടെ മണമുള്ള ഒരു കാലമുണ്ടായിരുന്നു അത്രേ. അങ്ങനെ പറഞ്ഞൊരു കഥ തുടങ്ങിയതാണ്. അത് ചാളക്കറിയിലെത്തി. ചില നാട്ടിൽ ചാളാന്ന് മത്തിയെന്നും ഒക്കെ പറയുന്നവരുണ്ട്. അമ്മൂമ്മയുടെ കുട്ടിക്കാലം വളരെ കഷ്ടപ്പാടായിരുന്നു അത്രേ. അത് ഓർത്തു വെച്ച് ആ കഥ ഇന്നും പറയുമായിരുന്നു. അന്ന് കരിപുരണ്ട ജീവിതത്തിൽ നിന്നും അമ്മൂമ്മ ഓർത്തെടുത്ത് ആ ചാളക്കറിയുടെ കഥ പറഞ്ഞപ്പോൾ വളരെ സങ്കടമായി. അമ്മൂമ്മയുടെ വീട്ടിൽ കഞ്ഞിക്ക് പോലും വകയില്ലാത്തൊരു കാലമായിരുന്നു അത്രേ. വീടുകളിൽ ചാളക്കറി ഉണ്ടാക്കുമ്പോൾ അമ്മൂമ്മയുടെ മൂക്കിൽ നല്ല മണം വരാറുണ്ടെന്ന്. പക്ഷേ അമ്മൂമ്മയ്ക്ക് എന്ത് ചെയ്യാം, ആ കൊതി മൂത്ത് അവിടെ നിൽക്കാൻ തന്നെ പറ്റുള്ളൂ. പക്ഷേ പിറ്റേ ദിവസം അവർ കളയാൻ ഉപയോഗിച്ചിരുന്ന ആ കഞ്ഞിയും ആ ചാളക്കറിയും അമ്മൂമ്മയ്ക്ക് കൊടുത്തിരുന്നു. ആ സ്വാദ് ഇപ്പോഴും അമ്മൂമ്മ പറയും. അങ്ങനെ അമ്മൂമ്മ കുറേ കാലം അന്യർ കളയാൻ വെച്ചിരുന്ന പഴങ്കഞ്ഞിയും ചാളക്കറിയും അങ്ങനെ കഴിച്ചാണത്ര ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ചാളക്കറി എന്ന് പറയുമ്പോൾ കുടംപുളിയിട്ട വറ്റിച്ചൊരു ചാളക്കറി. അമ്മൂമ്മ ഇതൊന്നല്ല കഥ പറഞ്ഞത്, ഞാനിത് ചുരുക്കി പറയുന്നു മാത്രം. കാരണം വെച്ചാൽ ലെങ്ത്ത് വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമാവില്ലല്ലോ. എൻ്റെ വോയിസും അത്ര വലിയ ശരിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഓരോ കമൻറ്റുകളും രേഖപ്പെടുത്തണം. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ചാളക്കറി ഈ രീതിയിലാണോ നിങ്ങൾ വയ്ക്കുന്നത് അല്ലെങ്കിലും എന്നോടത് അഭിപ്രായം പറയാൻ മറക്കരുത്. പണ്ട് കൊട്ടയിൽ തൂക്കിക്കൊണ്ടുവന്നിരുന്ന ആ വെള്ളി പോലത്തെ സുന്ദരനായ നമ്മുടെ ചാളയെ പറ്റിയാണ് അമ്മൂമ്മ ആ കഥ പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ ഞാൻ ഇതൊന്നും നീട്ടി വലിച്ച് പറയുന്നില്ല. പിന്നെ ഈ പാത്രത്തിൻ്റെ കോലം കണ്ട് നിങ്ങൾ ആരും ഞെട്ടുണ്ടാവും. വിലക്കുറവിന് നോൺ സ്റ്റിക്ക് മേടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. നോൺ സ്റ്റിക്ക് എല്ലാം അടർന്നു പോയി. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ കാശ് പോയി എന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ വീട് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പുതിയ പാത്രം വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പോയ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇത് എന്താ ഇവിടെ പറയാൻ കാരണം, വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും
സാധ്യതയുണ്ടേ. ഈ വൃത്തിയില്ലാത്ത പാത്രത്തിലാണോ നിങ്ങൾ ചാളക്കറി ഉണ്ടാക്കിയെന്ന് അത് പറയാതിരിക്കാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, എപ്പോഴും നമ്മളെല്ലാം പുതിയത് മേടിക്കാൻ പറ്റില്ലല്ലോ വീഡിയോ ഉണ്ടാവുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കുഞ്ഞൊരു രുചിക്കൂട്ടിൻ്റെ എന്താ പറയുക വീഡിയോ തുടങ്ങി വെച്ചതാണ്. എനിക്കിതിൻ്റെ വലിയ മെത്തേഡുകളൊന്നും പ്രത്യേകിച്ച് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കും രേഖപ്പെടുത്താനും മറക്കരുത്. അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടമുണ്ടാവില്ല. ഓക്കെ, താങ്ക് യു.